യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. മനോഹരമായ ഒരു നല്ല പ്രഭാതം വീണ്ടും കാണുവാൻ നല്ല നാഥൻ നമുക്ക് ഏവർക്കും നൽകിയ നല്ല നിമിഷങ്ങൾ ഓർത്ത് നല്ല നാഥന് വീണ്ടും നന്ദി പറയുന്നു. മിഷൻ 7 നിങ്ങൾക്ക് വീണ്ടും ഇന്നത്തെ ഈ പ്രഭാത ജാഗരണം കേൾക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും നല്ലൊരു അവസരം ഒരുക്കിയ നല്ല നന്ദി പറഞ്ഞ ഒപ്പം നിൽക്കാൻ നിങ്ങൾ ഏവരെയും ഈ മിഷൻ 7 നിങ്ങൾ ഏവരും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇന്നത്തെ പ്രഭാത ധ്യാനം പങ്കിടാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇപ്രകാരമാണ്: ബൈബിൾ വിശുദ്ധി നമ്മുടെ വലിയ ആവശ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ബൈബിൾ വിശുദ്ധി നമ്മുടെ വലിയ ആവശ്യമാണ്. ഇനി വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 27-ാം വാക്യമാണ്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദാനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തങ്ങളുടെ നേട്ടങ്ങളിൽ സുരക്ഷിതരാണെന്ന് ഒരുപക്ഷെ തോന്നുന്നവർക്കും ആത്മീക പരിജ്ഞാനത്തിൽ ധനികരാണെന്ന് വിശ്വസിക്കുന്നവർക്കും ഒരു കാര്യം മനസ്സിലാക്കണം: ലവോദിക്കയ സഭയ്ക്കുള്ള ദൂത് ഒരുപക്ഷെ സ്വീകരിക്കുവാൻ അവർക്ക് പ്രയാസമാകും. നമുക്ക് ഏവർക്കും അറിയാം, പഠിച്ചിട്ടുള്ളവരും പ്രസംഗങ്ങൾ കേട്ടുള്ളവരുമാണ് ലവോദിക്കയ സഭയെക്കുറിച്ച്, അല്ലേ? ലവോദിക്കയ സഭ വാസ്തവത്തിൽ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലവോദിക്കയ സഭയുടെ സന്ദേശം ഏറ്റവും അനിവാര്യമാണ്. ലവോദിക്കയ സഭയെക്കുറിച്ച് അവർക്കെല്ലാം ഉണ്ടുമെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ കഴിഞ്ഞുകൂടുന്ന ഒരു സഭയായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ദൈവകൃപ ആവശ്യമുണ്ടെന്നും എന്നുള്ള കാര്യം വളരെ വസ്തുനിഷ്ഠമായി ദൈവത്തിൻ്റെ ദൂത് പറയുന്നു. എന്താണ്? അവർക്ക് ദൈവകൃപ ആവശ്യം. നമുക്ക് ഏവർക്കും ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ദൈവകൃപ ആവശ്യം നമുക്ക് ലഭിക്കുന്നത് ബൈബിൾ വിശുദ്ധിയിലൂടെ നമുക്ക് അത് വേഗം ലഭിക്കും. കാരണം വേദപുസ്തകം വിശുദ്ധമാണ്, സത്യവേദ പുസ്തകം വിശുദ്ധമാണ്. അതിൽ അറിയുന്നതായ, കാണുന്നതായ, കേൾക്കുന്നതായ വാക്കുകൾ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നാം ആരായി മാറുന്നു? സ്വയം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത്, വിശുദ്ധീകരിക്കപ്പെടാത്ത ഹൃദയം സകലത്തിലും വഞ്ചനാപരവും നിരാജനവുമായി ദുഷ്ടത നിറഞ്ഞതുമാണ്. മനസ്സിലായോ? ശുദ്ധീകരിക്കപ്പെടാത്ത ഹൃദയം വഞ്ചനയുടെയും അതുപോലെ നിരാജനവുമായ ദുഷ്ടത നിറഞ്ഞതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ പക്ഷം ദൈവകൃപയിലൂടെ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിൾ അവൻ പ്രാണസഖിയെപ്പോലെ സ്വീകരിക്കുകയും പ്രാണസഖിയെപ്പോലെ കരുതുകയും ഒക്കെ ചെയ്യും. അതിലൂടെ വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങളെന്ന പോലെ പഠിക്കുന്നവനും ധ്യാനിക്കുന്നവനും വിശുദ്ധനായി തീരും, അവൻ ദൈവകൃപയുള്ളവനായി തീരും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശുവെന്നുള്ള വെളിച്ചത്തിൻ്റെ ഒരു കിരണം പോലും അവർ ഇല്ലാതിരിക്കെ അവർ നല്ല ക്രിസ്ത്യാനികളാണെന്ന് പലരും സ്വയം സ്തുതി നടത്തുന്നതാണെന്ന് എനിക്ക് കാണിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്താണ് മനസ്സിലായി കാണും? ഈ ദുഷ്ടത നിറഞ്ഞതായ ഹൃദയവും
വഞ്ചനാപരമായതായ രീതിയിലൂടെ നടക്കുന്ന വ്യക്തികളുടെ ചിന്തകളും മനോഭാവം ഇങ്ങനെയാണ്. എന്താണ്? യേശു എന്നുള്ള വെളിച്ചത്തിൻ്റെ ഒരു കിരണം പോലും അവരില്ലാതിരിക്കെ അവർ നല്ല ക്രിസ്ത്യാനികളാണെന്ന് സ്വയം ചിന്തിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ദിവ്യ ജീവിതത്തിനുള്ളതായ സ്വയം സ്തുതി നടത്തുകയാണെന്ന് കാണുന്നു എന്നും മിസ്സസ് വൈറ്റ് പറയുകയാണ്. അപ്പോൾ സ്വയം ഞാൻ നല്ലവനാണ്, സ്വയം സ്വാർത്ഥതയോടെ ചിന്തിക്കുന്ന അനേകം മനുഷ്യരെ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ബൈബിൾ വിശുദ്ധമാണ്. വിശുദ്ധിയുടെ അനുഭവത്തിൽ നടക്കുന്നൊരു വ്യക്തി എപ്പോഴും മനസ്സിലാക്കും, ബൈബിളിൻ്റെ വിശുദ്ധി എനിക്ക് ആവശ്യമാണ്. കാരണം ബൈബിൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നാം ഒരു രൂപാന്തരപ്പെട്ട മനുഷ്യനായി ഉള്ള വ്യക്തികൾ എപ്പോഴും തിരുവചനത്തിലൂടെ നിറഞ്ഞു കവിയുന്ന തെളിവുള്ള സാക്ഷ്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കും അവരുടെ ജീവിതം. അപ്പോൾ സാക്ഷ്യമുള്ള വ്യക്തിയായി തീരണമെങ്കിൽ, സമൂഹത്തിന് മാത്രമല്ല ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി തീരണമെങ്കിൽ ബൈബിളിൻ്റെ വിശുദ്ധി നല്ലവണ്ണം നമ്മൾ ചെയ്യണം, അറിഞ്ഞിരിക്കണം. ആ വിശുദ്ധിയിലൂടെ ഞാൻ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിക്കുന്നിടയായിത്തീരും. അങ്ങനെയെങ്കിൽ നമുക്ക് ബൈബിളിനെ യഥാർത്ഥമായി സ്നേഹിച്ച് അതിൽ പറയുന്ന വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് വിശുദ്ധി നേടുവാൻ ഈ നാളിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ കണ്ണിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, മനോഹരമായ നല്ല പ്രഭാതത്തിൽ ഒരു വിശുദ്ധിയുടെ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ വേദപുസ്തകത്തിലൂടെ യേശുവിനെ കുറിച്ച് അറിയുക. ആ യേശുവിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയും. ആ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഇടയായിത്തീരും. ഒപ്പം എനിക്ക് നല്ല സാക്ഷിയുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ഇടയായിത്തീരും. ഇന്ന് കേട്ടതായ ദൈവത്തിൻ്റെ വചനങ്ങളാൽ പ്രേക്ഷകരായ നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ അനുഭവത്തിൽ ബൈബിളിലൂടെ ഒരു വിശുദ്ധി നമ്മുടെ വലിയ ആവശ്യമെന്ന് ചിന്തിപ്പാൻ സ്വർഗം ഇടയാക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.